ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്നലെ IPL നടന്ന മത്സരത്തിൽ LSGക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. SRH ആയിരുന്നു LSGയെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത LSG 7 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസ് എടുക്കുകയായിരുന്നു. എന്നാൽ SRH 4 വിക്കറ്റ് നഷ്ടത്തിൽ 18.2 ഓവറിൽ ഈ ഒരു ലക്ഷ്യം മറികടന്നു എന്നുള്ളതാണ്. ഇതോടുകൂടി LSG പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുണ്ട്. നിലവിൽ പോയിന്റ് പട്ടികയിൽ LSG 7ാം സ്ഥാനത്താണ് ഉള്ളത്. 12 മത്സരങ്ങളിൽ നിന്ന് കേവലം 5 വിജയങ്ങൾ മാത്രമാണ് LSGക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടക്കത്തിൽ മികച്ച പ്രകടനം നടത്താൻ LSGക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവരുടെ പ്രകടനം മോശമായി വരികയായിരുന്നു. ഏതായാലും അവരുടെ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് ഇപ്പോൾ ഈ തോൽവിയെക്കുറിച്ചും പുറത്താവലിനെ കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതായത് ബൗളർമാരുടെ പരിക്കുകളാണ് തങ്ങൾക്ക് തിരിച്ചടിയായത് എന്നാണ് പന്ത് ഇപ്പോൾ ഇതിന്റെ കാരണമായി കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മയങ്ക് യാദവിനെയും മൊഹസിൻ ഖാനെയും LSGക്ക് പരിക്ക് കാരണം നഷ്ടമായിരുന്നു. ഇതാണ് ഇപ്പോൾ പന്ത് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ദിഗ്വേഷ് റാത്തി ഈ സീസണിലെ പോസിറ്റീവ് ആണ് എന്നും പന്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പരിക്കുകളാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത്. പരിക്കുകൾ കാരണം വന്ന വിടവുകൾ ഞങ്ങൾക്ക് നികത്താൻ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് സംസാരിക്കാതിരിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ആ വിടവുകൾ നികത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. ലേലത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ആ ബൗളിംഗ് ലൈനപ്പ് ഞങ്ങൾക്ക് ലഭ്യമായിരുന്നുവെങ്കിൽ കഥ ഇതുപോലെ ആകുമായിരുന്നില്ല. ഞങ്ങൾ കളിച്ച രീതിയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. പോസിറ്റീവുകൾ ഞങ്ങൾ എടുക്കുകയാണ്. നല്ല ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഞങ്ങൾക്കുണ്ട്. ബൗളിങ്ങും പല സമയത്തും മികവ് കാണിച്ചിട്ടുണ്ട്. ബൗളർ റാത്തി മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സീസൺ ആണ്. മികച്ച രൂപത്തിൽ അദ്ദേഹം ബൗൾ ചെയ്തു. അവൻ തീർച്ചയായും ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇതാണ് ഇപ്പോൾ LSGയുടെ ക്യാപ്റ്റൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പന്ത് വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു റെക്കോർഡ് തുക നൽകിക്കൊണ്ടായിരുന്നു LSGയും അവരുടെ ഉടമസ്ഥനായ ഗോയങ്കയും പന്തിനെ സ്വന്തമാക്കിയത്. എന്നാൽ ഈ സീസണിൽ ഉടനീളം ബാറ്റർ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും പന്ത് നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഗോയങ്കയ്ക്ക് വളരെയധികം അസംതൃപ്തി സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.